ശ്രീ ഷാഫി ചാലിയം, പുകമറ വഴി ഏതു കൂട്ടരെ കൂടെ കൂട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു അവർ തന്നെ തള്ളിപ്പറയും. ഇതാണ് അൻവറിന് കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മറുപടി. അപ്പോൾ ന്യൂനപക്ഷത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പൂർണ്ണമായി ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് കൂടെ കൂട്ടാമെന്ന് അൻവർ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ തള്ളിപ്പറയും. അതായത് CPM മതേതര നിലപാടിനെ ആരും സംശയിക്കുന്നില്ല, ഈ നാടിനറിയാം എന്ന് അദ്ദേഹം പലതവണയായി ആവർത്തിച്ചു പറയുന്നുണ്ട്. ലീഗിന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം എന്ത് മനസ്സിലാക്കാനായി? അല്ല, വിഷയം കൂടുതൽ സങ്കീർണമാവുകയാണ് ചെയ്തത്. അതായത് അൻവർ അടക്കമുള്ള അതല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ശരിയാണെന്ന് കൂടുതൽ ശക്തിപ്പെടുകയാണ്. കാരണം ഇദ്ദേഹം പോലും അറിയാതെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇത്തരത്തിൽ അനേകം ധ്രുവീകരണത്തിന് സാധ്യതയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പേര് വരികയാണ്, രാജ്യമാകെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ എന്നോട് മാപ്പ് പറഞ്ഞു. ആരോട് മാപ്പ് പറഞ്ഞു? ആ ഹിന്ദു അപ്പോളജി പറയുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഞങ്ങളെ സമീപിച്ചത് ആരാണ്? ഈ PRIG, ഈ കൈസൻ എന്ന ഈ ഏജൻസിയാണ് മുഖ്യമന്ത്രി. സാധാരണ ഒരു പത്രം ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് അഭിമുഖം കിട്ടാൻ അങ്ങോട്ടാണ് സമീപിക്കുക. ഇത് പത്രത്തിന് അങ്ങോട്ട് സമീപിക്കുന്നു. ഹിന്ദു പത്രത്തിൽ ഒരു അഭിമുഖം വന്നു കാണാൻ ഞങ്ങളുടെ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചോദിക്കുകയാണ്. അത് പ്രകാരം ഹിന്ദു തയ്യാറാണെന്ന് പറയുന്നു, സമയം പറയൂ. അങ്ങനെയാണ് സമയം പറയുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി അഭിമുഖം കൊടുക്കുമ്പോൾ ഈ PR ഏജൻസിൻ്റെ 2 പ്രതിനിധികൾ ഇടവും വലവും ഇരിക്കുന്നു. 30 മിനിറ്റ് നേരത്തെ അഭിമുഖം കഴിഞ്ഞതിന് ശേഷം ഈ അഭിമുഖം നടത്തിയ ഹിന്ദുവിൻ്റെ ലേഖികയോട് പറയുന്നു, ആര് പറയുന്നു? ഈ 2 PR ഏജൻസിയിലെ ഈ 2 വ്യക്തികൾ പറയുന്നു, വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഈ വാചകങ്ങൾ കൂടി ഈ അഭിമുഖത്തിൻ്റെ ഭാഗത്തിൽ പറഞ്ഞതായി ചേർക്കണം. അപ്പോൾ ലേഖിക പറഞ്ഞു, അത് വാക്കാൽ പറഞ്ഞാൽ പോരാ, എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ കൈസൻ എന്ന PR ഏജൻസിയുടെ ലെറ്റർ ഹെഡിൽ ഈ ലേഖികക്ക് എഴുതി കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ ഇൻ്റർവ്യൂ ഉണ്ടാക്കിയത് തന്നെ ഈ PR ഏജൻസി ആയതുകൊണ്ട് സ്വാഭാവികമായും PR ഏജൻസി മുഖ്യമന്ത്രിയുടെ ഭാഗമാണ്. എന്തിനാണ് PR ഏജൻസി? അത് മുഖ്യമന്ത്രിയുടെ എന്താണ് ഇമേജ് മേക്ക് ഓവറിന് വേണ്ടി, ഇമേജ് ബിൽഡപ്പിന് വേണ്ടിയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഈ PR ഏജൻസിയെ വെച്ചത്. മുമ്പ് 2006 ബറാക്ക് ഒബാമയ്ക്ക് വേണ്ടി അന്നത്തെ അവിടുത്തെ ബറാക്ക് ഒബാമയുടെ പാർട്ടി അപ്കോ എന്ന ഒരു PR ഏജൻസി നിയമിച്ചിരുന്നു. 2008 അതേ ഏജൻസിയെയാണ് മോദി നിയമിച്ചത്. അതിനെതിരെ ദേശാഭിമാനി വലിയ ലേഖനം വന്നാണ് ഈ PR ഏജൻസി സംസ്കാരം ഇന്ത്യയിലേക്ക് വരുന്നു. ഇവിടെ ഇപ്പം അച്യുതാനന്ദന് PR ഏജൻസി ഉണ്ടോ? ഇല്ല. കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരും ഇതൊക്കെ ഒരു സാമ്രാജ്യത്തെ എലമെൻ്റായി കണ്ടവരാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ ഏജൻസിയെ വെക്കുന്നു. അപ്പോൾ ഈ ഏജൻസി എഴുതി കൊടുക്കുന്നു, അവിടെയാണ് പ്രശ്നം. പക്ഷേ ഹിന്ദു എന്ന പത്രത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി നോക്കണം. അവർ പറയുന്നു ഈ PR ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെങ്കിലും ആ PR ഏജൻസി പറഞ്ഞ സാധനം എഴുതി തന്നാൽ പോലും കൊടുക്കുന്നത് മാധ്യമധർമ്മത്തിനെതിരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അപ്പോളജി പറഞ്ഞു. അപ്പോഴും എവിടെയാണ് കള്ളം നിൽക്കുന്നത്? കള്ളം നിൽക്കുന്നത് വളരെ കൃത്യമാണ്. ആരാണിത്? ഇവരെ നിയമിച്ചത് എന്തുകൊണ്ട്? മുഖ്യമന്ത്രി ഈ കോഴിക്കോട്ട് നിന്ന് പൊട്ടിത്തെറിക്കല്ലേ വേണ്ടത്? മുഖ്യമന്ത്രിയുടെ പേരിൽ അപകടം നിറഞ്ഞ ഈ സാധനം പ്രചരിപ്പിച്ച ആ കൈസൻ എന്ന ആ PR ഏജൻസിക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കണം. തൊട്ടടുത്ത് ഇടവും വലവും ഇരുന്ന ആ 2 തൂക്കി കൊണ്ടുപോയി ജയിലിലിടണം. അത് പറയാതെ ഇവിടെ കിടന്നിട്ട് ഹിന്ദു പത്രം എന്നോട് മാപ്പ് പറഞ്ഞിരുന്നു. അത് എന്ത് മറുപടിയാണ്? മാത്രമല്ല, ഇന്നലെ അഡ്വക്കേറ്റ് അനിൽകുമാർ അടക്കമുള്ള എല്ലാ ആളുകളും ഇപ്പോൾ ജിൻഡോ പറഞ്ഞതുപോലെ ഈ ബാലനൊക്കെ അങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ്? ന്യായീകരിച്ച് മറിയായിരുന്നു ഇന്നലെ എല്ലാവരും. പിന്നെ നമ്മുടെ ബലദേവ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളെ ലീഗിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് AK ആൻ്റണിയുടെ പ്രസ്താവന. ഇത് കുറേ കാലമായി തരാതരം പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് തേങ്ങയിടണ പോലെ ഞങ്ങളിങ്ങനെ കോറിപ്പോവാണ്. എന്താ ആൻ്റണി പറഞ്ഞതിൻ്റെ പശ്ചാത്തലം? അത് 1 മിനിറ്റ് പറയാൻ ഞാൻ സമ്മതിക്കണം. ആൻ്റണി ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ വന്നിറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ വളരെ പ്രകോപനം നിറഞ്ഞായിരുന്നു. അദ്ദേഹത്തെ മുഴുവൻ പത്രക്കാർ സമീപിക്കുന്നു. ആ സമീപിക്കുന്നത് എന്താണെന്നറിയോ? ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ആ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് പ്രമാദമായ ഒരു വിധി വന്ന ദിവസമാണ്. എന്താണ് വിധി? ആർക്ക്
അനുകൂലമായിട്ടാണ് വിധി. പുഷ്പഗിരി കോളേജുമായി ബന്ധപ്പെട്ട കേസിൽ കേരള സർക്കാരിനെതിരെ പുഷ്പഗിരി കോളേജിന് അനുകൂലമായി വന്ന ഒരു വിധിയാണ്. എന്താണ് പുഷ്പഗിരി കോളേജ് പോയത് സർക്കാരിനെതിരെ? സർക്കാർ എന്താണ് ഇവിടെ ഒരു സർക്കാർ കോളേജ് സമം 2 സ്വാശ്രയ കോളേജുകൾ. സർക്കാർ സ്വന്തമായിട്ട് കോളേജ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാശ്രയ കോളേജ് അനുവദിക്കാം, പക്ഷേ പകുതി സീറ്റ് ആർക്ക് തരണം? സർക്കാരിന് തരണം. പകുതി നിങ്ങൾ കൊടുത്തോ. ഈ കണ്ടീഷന് മേൽ ഒരുപാട് സ്വാശ്രയ കോളേജുകൾ ഇവിടെ അനുവദിക്കുകയാണ്. അങ്ങനെ ആ സ്വാശ്രയ കോളേജ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ നിയമന അഡ്മിഷൻ ടൈം ഒത്തുമ്പോൾ എന്ത് ചെയ്യാണ്? ന്യൂനപക്ഷ സ്റ്റാറ്റസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്ര സീറ്റ് സർക്കാരിന് കൊടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് കോടതി പോവുക. സ്വാഭാവികമായിട്ടും മൈനോറിറ്റി റൈറ്റ് വെച്ചിട്ട് കോടതിയിൽ പോയി ഓർഡർ വാങ്ങാം. ഇങ്ങനെ ഒരു ഓർഡർ കിട്ടിയതിൽ ഭയങ്കര പ്രയാസം സംഘടിപ്പിച്ചിട്ട് പിന്നെ പ്രയാസത്തിൽ ആന്റണി എന്ന് പറഞ്ഞത് ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് ഇവിടെ എന്തോ നേടുന്നു എന്നൊരു പ്രതീതി അപ്പുറത്തുണ്ട്. ഇത് ആർക്കെതിരെയാണ്? ആരാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ? സ്വാഭാവികമായും ഇത് CPM ആണ്, ഇത് മുസ്ലിങ്ങൾക്കെതിരാണ്, ഇത് ലീഗിനെതിരെയുള്ള കൊട്ടാണെന്ന് പറഞ്ഞ് ആദ്യ രംഗത്ത് വരുന്നത് നിങ്ങളാണ്. കത്തിക്കുന്നത് ഓരോ കാര്യം കത്തിക്കുന്നതും നിങ്ങളാണ് കേരളത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ ഗവൺമെൻറ് എന്താ നിങ്ങൾ പറഞ്ഞത്? ഇതാ കുഞ്ഞാലിക്കുട്ടി വന്നിരിക്കുന്നു, ഇദ്ദേഹം മുഖ്യമന്ത്രി ആകാനുള്ള വരവാണ്. അതുപോലെ തന്നെ ഹസൻ, അമീർ, അതേപോലെ തന്നെ എന്താണ് കുഞ്ഞാലിക്കുട്ടി, മുസ്ലിങ്ങൾ ഈ നാട് ഭരിക്കാൻ പോവുകയാണ്. ആരോടാ പറയുന്നത്? പരോക്ഷമായി പറയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോടും ഹിന്ദു കമ്മ്യൂണിറ്റിയോടും. ഇതാ ഇവന്മാരിതാ നാട് ഭരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഒരു വർഗീയ പ്രചരണം ഈ രാജ്യത്ത് BJP പോലും നടത്തിയിട്ടുണ്ടോ? അതിന് ഫലമല്ലേ ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിൽ ഇരിക്കേണ്ടി വന്നത്? ആ പ്രചരണത്തിനെ കവർ ചെയ്യാൻ പോലും ഞങ്ങൾക്ക് സാധിച്ചില്ല. ഈ ഷാജൻ സ്കറിയ വിഷയം എന്തായിരുന്നു? വിഷയം ക്രിസ്ത്യൻ മുസ്ലിങ്ങളെ തമ്മിൽ വിഭജിക്കുക. ഞാൻ ഷാജൻ സ്കറിയ എന്ന വ്യക്തി നടത്തിയ വർക്കിൻ്റെ ഗുണഫലം കിട്ടിയത് ആരൊക്കെയാണ്? CPM-നാണ്. UDF-ന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഈ മതന്യൂനപക്ഷങ്ങളാണ്. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടങ്ങുന്നവരാണ്. അവർക്കിടയിൽ ഭിന്നത വന്നാൽ ഈ നാട്ടിൽ തുടർഭരണം കിട്ടുമെന്ന് കൃത്യമായി ആർക്കറിയാം? പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണ് ഈ ഷാജൻ സ്കറിയെ പോലെ ആളുകൾ ഈ വിഷം തീറ്റുമ്പോൾ ഒരു കേസ് പോലും ഇക്കാലം അത്ര എടുക്കാത്തത്. കാരണം ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ വിഷയം പിന്നെ ഈ മതം, പിന്നെ വർഗീയത. ഇപ്പം പാലോളി മുഹമ്മദ് കുട്ടി അടക്കമുള്ള ഒരുപാട് നേതാക്കൾ ഒരുമിച്ച് വന്നിരുന്ന് ആ മോഹൻദാസിനെ മാറ്റി നിർത്തി ഒരു പത്രസമ്മേളനം നടത്തി. എന്തായാലും പറഞ്ഞ അൻവറിനെ SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി ആക്ഷേപം ചെയ്തു. ആരെങ്കിലും വിശ്വസിക്കുന്നത്? അതും വിശ്വസിക്കില്ല. അൻവർ മോഹൻദാസിനെ പോലുള്ള CPM-ന്റെ വന്ധ്യവയോധികനായ ഒരു വ്യക്തിക്കെതിരെ വർഗീയവാദി, നിസ്കരിക്കുന്നതിനെതിരെ, ഇത് രണ്ടും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഇതിനിടയിൽ ഈ മതം കൊണ്ടുവരുന്നത് 2 കൂട്ടരുടെയും ഹിഡൻ താല്പര്യമാണ്. ഇവിടെ ഉയർന്ന വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതിനോട് മറുപടി പറയാൻ ഇവർക്ക് ആർക്കും സാധിക്കുന്നില്ല. ഒറ്റ ചോദ്യത്തിനും മറുപടി ഇവിടെ കിട്ടിയിട്ടില്ല. ഏതെങ്കിലും ഒരു ഇടത് സഹയാത്രികനോ അല്ലെങ്കിൽ ഇടത് ഒറിജിനൽ ഡിബേറ്റർമാരോ വന്ന ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി വന്നോ? എത്രയോ ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ട് പോയല്ലോ. ഒരു ചോദ്യത്തിന് ഉത്തരം ഈ പാർട്ടി ഏതാണെന്ന് അറിയാമോ? ഈ പാർട്ടിയിലെ രക്തസാക്ഷികളെ എണ്ണം തനിക്കറിയോ? ഇത് മറുപടിയാ? ഒറ്റ ചോദ്യം. എയർപോർട്ടിന് പുറത്ത് വെച്ച് പിടിക്കുന്ന വിദേശ യാത്രികരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വർണം പിടിച്ചെടുത്താൽ കസ്റ്റംസിന് കൈമാറണം. എന്തുകൊണ്ട് കൈമാറുന്നില്ല? ഇതിനൊരു ഉത്തരങ്ങൾ ആരെ തരുമോ? അങ്ങനെ യാത്രികരിൽ നിന്ന് പിടിക്കുന്ന വിദേശത്ത് നിന്ന് വരുന്ന ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ 102 CRPC പ്രകാരം കേസെടുക്കുന്നു. കളവ് മുതൽ ഇവരെവിടുന്ന് കട്ടു? കട്ടത് വിദേശ ആകാശത്ത് നിന്നാണ് വരുന്നത്. ആകാശത്ത് നിന്ന് ഈ വിമാനം ഇറങ്ങുന്നതിന് ഉപ്പിട്ട് ഇന്ത്യയിൽ ഒരു കളവ് നടത്താൻ കഴിയുമോ? വിദേശത്ത് നിന്ന് കട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ വിദേശ പോലീസ് ഉണ്ട്. ഇവിടെ വന്ന് കട്ടു, കളവ് കേസെടുക്കും. എന്തുകൊണ്ട് എടുത്തു? ഇവർക്ക് എന്താ മറുപടി പറയാനുള്ളത്? കോട്ടക്കലിൽ സർക്കാർ സ്ഥലത്ത് സർക്കാരിന് അനുമതിയോ സർക്കാരിൻ്റെ ഫണ്ടോ സർക്കാരിൻ്റെ എസ്റ്റിമേഷൻ പാനൽ കമ്മിറ്റി, അതിൻ്റെ ചെയർമാൻ ശൈല ടീച്ചറാണ്. അവരാരും അറിയാതെ പോലീസിന് ഒരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഫണ്ട് അനുവദിക്കേണ്ടത് നിയമസഭയുടെ എസ്റ്റിമേറ്റ് പാനൽ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി പോലും അറിയാതെ സർക്കാർ ഭൂമിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഉണ്ടാക്കുന്നു. കെട്ടിടം ഉണ്ടാക്കേണ്ടത് PWD-ആണ്. സർക്കാരിൻ്റെ ഫണ്ട് അതിൽ ഉപയോഗിക്കുന്നില്ല. പിരിവെടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നു. ഇത്ര വലിയ ദാരിദ്ര്യം നമ്മുടെ പോലീസിനുണ്ടോ? പച്ചക്ക് നിയമവിരുദ്ധ പ്രവൃത്തി. അത് ADGP ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. അത് ഏതെങ്കിലും ഒരു സഖാവ് മറുപടി ചെയ്യുന്നോ? ഏതെങ്കിലും ഒരു കുട്ടി മറുപടി ചെയ്യുന്നോ? ഉത്തരമായിട്ടില്ല എന്നതാണ് താങ്കൾ പറഞ്ഞത്. ചോദ്യങ്ങൾക്കുള്ള മറുപടിയാ വരുന്നത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗതകാല ചരിത്രവും പഴയ ആ എന്താണ് കുഞ്ഞിക്കണ്ണന്റെ മരണവും തലശ്ശേരി പള്ളിക്കാലിന് ആ കഥ പറയും നോവൽ പറയേണ്ട സമയമല്ല. ഈ ചോദ്യങ്ങൾക്ക് അൻവർ ചോദിച്ച ചോദ്യത്തിന് ഇതാ മറുപടി, ആ ചോദ്യത്തിന് ഇതാ മറുപടി. ഇങ്ങനെ മറുപടി പറയാൻ നിങ്ങൾ തയ്യാറാകണം.
ശരി, ശ്രീ ദാമോദർ തെറ്റ് പ്രസാദ്, പറ്റിയില്ലെങ്കിൽ തിരുത്താനും തയ്യാറാകണം. ശ്രീ ദാമോദർ പ്രസാദ്, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.